ഹായ് ഹലോ ദേ ജോലി കഴിഞ്ഞിട്ട് ഞാനും സച്ചിനും കൂടി പോണത് ഇവിടെ അടുത്തുള്ളൊരു വാഗ്വേയിലേക്കാണ്. ക്യൂൻസ് വാഗ്വേ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അവിടെ ജസ്റ്റ് പോയിട്ട് കുറച്ച് നാളായപ്പോൾ ഞങ്ങൾ പോയി ജസ്റ്റ് അവിടെ ഇരുന്നു. അവിടെയാണ് പുതിയ ഡ്രോയിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം തിരിച്ച് വീട്ടിൽ പോകുന്ന വഴി നമ്മൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടി കയറാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും വാങ്ങുന്ന ഒരു കടയുണ്ട്, പക്ഷേ ആ കട തുറന്നിട്ടില്ല. കാരണം ഇന്ന് ബക്രീദായ കൊണ്ട് തന്നെ മിക്ക കടകളും അടച്ചിട്ടേക്കണേ കേട്ടോ. അവസാനം അവൻ എന്നെ അമ്മയുടെ കടയിൽ, അതായത് അമ്മ നിൽക്കുന്ന കടയിൽ കൊണ്ടുപോയി ആക്കിയിട്ട് ഞാനും അമ്മയും കൂടി ആട്ടോ പിന്നെ പോയത് പച്ചക്കറി വാങ്ങാൻ. അവിടെ തന്നെയുള്ള അടുത്തുള്ള ഒരു കടയിലാണ്, ആദ്യമായിട്ടാണ് അവിടെ പോണത്. അവിടെ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം അമ്മ ചപ്പാത്തി കഴിക്കണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അമ്മ കുറച്ച് എനിക്കും വായി വെച്ച് തന്നായിരുന്നു. എനിക്ക് കഴിച്ച് ഡ്രസ്സൊക്കെ മാറി ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ഞാൻ മുളക് ബജി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് നമ്മൾ മുളക് ബജി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറികളായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പിലിട്ട മാങ്ങയും ഉണ്ടായിരുന്നേ. ഉപ്പിലിട്ട് വാങ്ങിയപ്പോൾ എനിക്ക് എല്ലാ ദിവസവും വേണം കേട്ടോ. നേരത്തെ നമ്മുടെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് തീർന്നു. അപ്പോൾ ഞാൻ വേറെ വാങ്ങി. ഞാനപ്പോൾ നമ്മുടെ മുളക് ബജി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണതാണ്. 2 എടുത്തുള്ളൂ, അത് തന്നെ 4 ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അമ്മയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഫ്രിഡ്ജ് ക്ലീൻ ആക്കാൻ നിൽക്കണമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ കൂടെ കട്ടൻ ചായയും ഉണ്ടാക്കിയായിരുന്നു. എനിക്ക് കട്ടനാണ് കേട്ടോ ഇഷ്ടം പാൽ ചായനേക്കായും. കാരണം എനിക്ക് പാൽ കുടിക്കുമ്പോൾ കവക്കിട്ട് വരുന്നു, അതുകൊണ്ട് കൂടുതലും കട്ടൻ ചായ കേട്ടോ കുടിക്കാറ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഈ മുളക് ബജി കഴിച്ചപ്പോൾ എന്തോ മതിരിക്കണ പോലത്തെ ഫീൽ, അതായത് മുളക് ബജിയുടെ ടേസ്റ്റല്ല എനിക്ക് തോന്നിയത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഇനി അമ്മ ഉപ്പ് മാറി പഞ്ചസാര ഇഷ്ടമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന്. ഇങ്ങനെ മുക്കിപ്പൊരിക്കാനുള്ള മാവ് അമ്മ ഉണ്ടാക്കി, അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ചേട്ടൻ കുറച്ച് ഇതേപോലെ അത്തർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഞാൻ ഏതൊക്കെ സ്മെല്ലാണെന്നുള്ളതൊക്കെ ഇങ്ങനെ നോക്കിക്കണായിരുന്നു. അതിനുശേഷം ഞാനൊരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഉണ്ട് അമ്മയുടെ കണ്ടത്. അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതിയേ. പിന്നെ അതേ നമ്മൾ രാത്രിയത്തെ കഴിക്കാനുള്ള കറികൾ വെക്കുന്നതായിരുന്നു. വെണ്ടയ്ക്ക പിന്നെ ഞാൻ ഉപ്പിലിട്ട മാങ്ങ ചാലിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ പാർട്സ് കുറച്ച് ഇരിപ്പുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ മാങ്ങയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ഞാനപ്പോൾ മുളകും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് കൈവച്ചിങ്ങനെ കുഴച്ച് എന്താ ടേസ്റ്റായിരുന്നുണ്ടായിരുന്നു. വെറുതെ നമുക്കിങ്ങനെ കഴിക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് മീൻ വറുത്തതും ഉണ്ടായിരുന്നു. പിന്നെ അമ്മ നാളത്തേക്കുള്ള കറി റെഡിയാക്കണമായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ ടോമൂട്ടനെ നോക്കണമായിരുന്നു. ടോമൂട്ടൻ പുറത്ത വാഷ്റൂമിലാണ് കേട്ടോ കിട്ടിയത്. അത് യൂസ് ചെയ്യാറില്ല, അത് നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കൂട്ടവന്. അവിടെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ അവനെ നോക്കണമായിരുന്നു. അതിന് ശേഷം ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഫേസ് മാസ്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടത് സ്നെയിലിൻ്റെ കേട്ടോ. അത്യാവശ്യം നല്ലതാണ്, എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ 2ാമത്തെ പ്രാവശ്യം ഉണ്ടോ യൂസ് ചെയ്യണത്. ഫേസിലിട്ട് ഒരു 15 മിനിറ്റോളം TV ഒക്കെ കണ്ടങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ടോ. അതെ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഇത്രയോളം ഇഷ്ടപ്പെട്ടത്, എന്തായാലും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ, സീ യു.